രസമാണ് ഈ കാട്ടിൽ കൂടെ ഒക്കെ നടന്ന. ഇപ്പൊ പേടിയാണ്. പിന്നെ ഞങ്ങൾ അതിലങ്ങനെ പോവായിരുന്നു. ആ കാട്ടിൽ കൂടെ ഈ നെല്ലിയൊക്കെ നിറച്ചുണ്ടാവുമായിരുന്നേ. നെല്ലിക്ക പറിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ പോവായിരുന്നു. അതേപോലെ പണ്ട് സ്കൂൾ അവധിയായി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാരും കൂടെ ഇറങ്ങും കാട്ടിൽ കൂടെ. അങ്ങനെ നടക്കുക. അന്നൊന്നും ഈ ഫോറസ്റ്റിൽ പോകുന്നതിന് അതിനൊന്നും ഒരു വിഷയമില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഇപ്പൊ പറ്റില്ല. എന്നിട്ട് എങ്ങനെ നടക്കും കാട്ടിൽ കൂടെ. വെറുതെ ചെക്കന്മാരെല്ലാരും കൂടെ കൂടിയായില്ലേ. അപ്പൊ ആ പോകുന്ന പോക്കില് ഒരുപാട് സംഭവങ്ങൾ, ഈ പറഞ്ഞ മുയല്, മാന്, പന്നി, അതേപോലെ ഈ കാട്ടുകോഴി, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ടാവും. എല്ലാം കാണും. എന്തൊക്കെ രസമാണ് അതിനൊക്കെ. അങ്ങനെ എല്ലാരും ഉണ്ടാവുമല്ലോ. ഒരു 10-15 പേരുണ്ടാവും ഞങ്ങള് പിള്ളേരെല്ലാം കൂടെ. ഒന്നും നടക്കൂല. ഈ ആനേനെതിരെയും പേടിച്ച് ആന പോകും. പകല് പോലും ഇതേപോലെ ഇറങ്ങാൻ പേടിയാണ്. നീ കോട്ടമലയ്ക്ക് വന്നിട്ടില്ലേ? പിന്നെ അവിടെ കണ്ട് പണ്ടൊരു വീട്ടിലെ എസ്റ്റേറ്റില് കുളം വല്ലതും ഉണ്ടായിരുന്നു. പടിക്കെട്ടൊക്കെ ഉള്ള ടൈപ്പ്. അങ്ങനത്തെ കുളമൊന്നുമില്ല. ഇല്ലേ? അപ്പൊ നമ്മളെല്ലാരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അനീഷ് അച്ചാദിന്, ഞാന്, അച്ചാദിന്, ഷിൽറ്റയ്ക്കൊക്കെ. ഇതിലെ ഇങ്ങോട്ട് മേളിലേക്ക് കയറുക. എവിടെ? ഇങ്ങോട്ട്? ചോദിക്കട്ടെ. പിടിക്കാൻ പോയതാണ്. എന്തേലും ചെയ്യാനൊക്കെ പോകാനോ ഇടാനോ ചെടിക്ക് വളം ഇടാനോ. ഇവിടെ അവിടെ ഉണ്ട്. കുറച്ച് റിസ്ക്കാണ്. ഇറങ്ങണോ? കണ്ണിലൂടെ മഹാറാള ഇങ്ങനത്തെ വഴികളൊക്കെ. എന്റെ പോട്ടെ, ഞാൻ ഇറങ്ങണമെങ്കിൽ ഇറങ്ങണം. വേണ്ടോ? കേറണം. കേറൂല? കേറും. നമ്മള് കേറണമെന്നാണ്. അവിടെ പോസ്റ്റ് അടിഞ്ഞ് കിടക്കും. അല്ല, ആരൊക്കെ സംഭവിച്ചോ? ഇതിലെങ്ങാണ്ട് വഴി ഉണ്ടായിരുന്നില്ലേ? അതുണ്ട്. ആ കമ്പിയെ തട്ടുണ്ട് കേട്ടോ. ഉണ്ടാവില്ല, കണ്ടുണ്ടാകാൻ സാധ്യതയില്ല ഇവിടെ. നേരെ അങ്ങോട്ട് പോട്ടെ. അതിന്റെ അടിയിൽ എങ്ങനെ ഇല പിടിക്കുന്നത്? അടിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. എത്ര വർഷം പഴക്കണ്ടാവും? ഇതൊരു 45-50 വർഷം പഴക്കമുണ്ട്. ബംഗ്ലാവാണത് ആക്ച്വലി. പഴയ ബംഗ്ലാവാണ്. സായിപ്പന്മാരുടെ സായിപ്പന്മാരൊന്നുമല്ല, ഇവിടെ പാല, കോട്ട, ഇങ്ങനെ ഉള്ള ടീമുകളുണ്ടായിരുന്നു. ഇതല്ലേ? ഒരു 100-150 ഏക്കറുണ്ട് ഇത് മൊത്തത്തിൽ. ഇത് അങ്ങോട്ട് താഴോട്ടുണ്ടോ? മുഴുവനായിട്ട് റബ്ബറും തെങ്ങും ഒക്കെ ആയിട്ടാണ്. ഈ മതിലിൻ്റെ അപ്പുറത്തോട്ട് അവരുടെ ആയിരുന്നു. എല്ലാം തന്നെ. അങ്ങോട്ട് പോയി നോക്കിയാൽ നമുക്ക്. അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോക്കാണല്ലേ? ഇല്ല, നമുക്ക് അങ്ങനെ തുറക്കണ്ട. ഇല്ല, വണ്ടി മൊബൈലൊക്കെ വണ്ടിയില്ല. നമുക്ക് പോകണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ. ഇതൊക്കെ ഇതിനകത്ത് വെക്കാറുണ്ട്. 150 ഏക്കറുണ്ട്. അത് പന്നി ഫാം.
ഇവിടെ ആന ഇറങ്ങിയ രസമായിരിക്കും കാണാൻ. ഇവിടെ ആന വരുന്നതാണ് ഇതിനകത്ത് ഇതിനകത്ത് ആന വരുന്ന അതാണ് രസമായിരിക്കും. എന്നാളിപ്പോ കഴിഞ്ഞ ആഴ്ച ഈ ഫാമിന്റെ അതിൽ കൂടെ വന്നു. അവിടെ പച്ച നെറ്റ് അടിച്ചിട്ടില്ലേ, ആ അതിലെങ്ങനെ ഇറങ്ങി വന്ന ആന. വലിയ എവിടെയും കണ്ട് ആ എന്തോ ഇതല്ലേ, ഇതൊന്നും ആരും കണ്ടില്ല. ഇത് അവരുടെ ഗസ്റ്റ് ഹൗസ് ഒക്കെയാണോ? ഇതാ വരണ സാർ. അന്നത്തെ കാലത്ത് യൂറോപ്യൻ ക്ലോസറ്റ്. അതിന് അടിയിൽ എന്താ നോക്കിയാലോ? ഓ മരം തന്നെയാണ്. ഇതതിൻ്റെ ആയിരിക്കും കുഷ്യൻ. ആ ഇത് വവ്വാലോ? ഇവിടെ കയറി കൂടി, ഇവിടെ ചവിട്ടി പിടിച്ചിരിക്കാൻ സ്ഥലമില്ലല്ലോ. ഇത് അവരുടെ കട്ടില്, മടക്കുന്ന ടൈപ്പ് കട്ടില് അല്ലേ? അടിയിൽ സ്റ്റോറേജ് ഒക്കെ സാധനം. തേങ്ങ ഓ, ഇതിന്റെ കമ്പിയൊക്കെ ആൾക്കാർ തല്ലി പൊളിച്ച് എടുത്ത് കൊണ്ട് വിറ്റിട്ടുണ്ട്. ജനലിന്റെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെതലിന് പോലും കറ്റുന്നില്ല. ഇത്ര വർഷമായിട്ട് പോലും ഒരു ചെതൽ പോലും ഇല്ലാതെ കാതലും നാല തടി മൂന്നെണ്ണം ഞാൻ വെച്ചു വിട്ടാ ഇവിടെ. ഇപ്പോഴും വർക്കിംഗ് ആയിരിക്കും അത്. ആൾക്കാരില്ല അതൊക്കെ ഇടയ്ക്ക് പറിച്ച് കൊണ്ടുപോകാൻ. ആ ഇതിന് ആഴം കുറവായിരുന്നു അല്ലേ? അതൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടേ നമുക്ക് അറിയില്ല. വെച്ച് കെട്ടി ഉണ്ടാക്കിയിരുന്നു വലിയൊരു കളം. ഇതൊക്കെ ഉണ്ടല്ലോ ആ മുതലാളിമാർക്ക് നല്ല റിസോർട്ടാക്കി എടുത്ത് അത് ഇതുപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കി ചെയ്ത. ഇപ്പോഴും ഉണ്ടോ അവര്? ഇവിടെ ആൾക്കാർ അടുപ്പ് കൂട്ടി എന്തിനാ ചുട്ട് നിന്നാണ്. ഓ അവരുടെ അടുപ്പ് തന്നെയായിരുന്നു. ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും മോശമല്ലത്.
ഇത് അവരുടെ ടോയ്ലറ്റ്. ഈ മാക്സിമം ആൾക്കാർ കൊണ്ടുപോയില്ലേ ഇതില്? ഓ, ഇവിടെ ഒരു AC ഉണ്ടല്ലോ സാർ. ഇതിലൊരു AC ഉണ്ട്. അപ്പൊ ഇത് വെച്ചു കൊടുത്തിട്ട് കുറെ ആയോ? ചെറുതെല്ലാം കണ്ടത് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ നാട്ടുകാരൊക്കെ ഇത് തല്ലി പൊളിക്കാണ്ട് വൃത്തിയാക്കി വെച്ചായിരുന്നെങ്കിൽ. വിറ്റാ കള്ളു പിടിക്കാനുള്ള പൈസ കിട്ടുമല്ലോ. ഇങ്ങനത്തെ കമ്പികളാണ് വെട്ടിപ്പൊളിച്ച്. ഇത് നോക്കിയല്ലോ, പകുതി എടുത്തു. പിന്നെ ഇത് വെട്ടിയിട്ട് പൊളിയാഞ്ഞിട്ടാന്ന് തോന്നുന്നു. കൈ വെച്ച് പോയതാ, കാരണം അതൊക്കെ പൊളിച്ചെടുക്കണ്ടേ. ഓ, അവര് ചില്ല എടുത്ത് പൊട്ടിക്കാത്തണ്ട്. ഒരു ചില്ലുണ്ട് എന്താ എറിഞ്ഞ് പൊട്ടിക്കാത്തൊരു ചില്ല. വെട്ടിപ്പൊളിച്ചെടുത്തല്ലേ. കഷ്ടപ്പെട്ട് ഇവിടെ നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് ഈ കഷ്ടപ്പാട് വല്ല പണിയെടുക്കാൻ പോയിക്കൂടെ? ആക്സസ് ആ നിലമ്പൂർ കൊട്ടാരമൊക്കെ ആൾക്കാരെ കയറ്റാത്തോണ്ട് പോലില്ല. അവിടെ കണ്ട ഭിത്തിയല്ലേ, അത് കണ്ടില്ല? കണ്ട് 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 അന്നത്തെ പണിയാണ്. ആ മുകളിൽ നിന്ന് ചിമ്മിനിയിലേക്ക് വെട്ടം കിട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. ആ മുകളിൽ കാണാൻ ചെയ്തില്ലേ ഈ സൈഡിലെ ഭിത്തിയിലോട്ട്. കഥ കാണുന്നതാ. ഓ, അതില് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. മരപ്പെട്ടിയൊന്നും കാണില്ലല്ലോ. ഇതിനൊക്കെ അഴികൾ ഇതിന്റെ ഉള്ളിൽ എങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടും ഉണ്ട്. ഇതിനൊക്കെ അഴികളുണ്ടായിരുന്നു. അതുകൊണ്ട് തല്ലിപ്പൊട്ടിച്ച് ഇതേപോലത്തെ ഈ ഡിസൈനിന്റെ അഴികളുണ്ടായിരുന്നു. മരത്തിന്റെ കമ്പിയുടെ ഈ ഡിസൈനായിരുന്നു. അതായത് ഇവർ ഈ ഭിത്തിയില് ആ ഡിസൈൻ ചെയ്തു വൃത്തിക്ക്. അതുപോലെ ഈ സ്റ്റെപ്പിന്റെ ഒരു പ്രത്യേകത കുത്തലുള്ള സ്റ്റെപ്പല്ല, ഓരോരുത്തർ എഴുതി എഴുത്തൊക്കെ വായിക്കാന്ന് കഴിഞ്ഞാൽ സ്വാഗതം അതിന്റെ അപ്പുറത്തുണ്ടോ ഈ സ്റ്റേറിന്റെ ഒരു പ്രത്യേകത. അതായത് കാലുവേദന എടുക്കില്ല, കാലുവേദന എടുക്കത്തില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു ഒഴുകിയ രീതിയിലുള്ള അതെ 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 രീതിയിലുള്ള ഇങ്ങനെ കുത്തനല്ലോ, കുത്തനെ മുകളിലേക്ക് കയറുന്നതാണെങ്കിൽ പോലും. ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി അവർ എത്ര വർഷം പഴക്കമുള്ള ഇതിനൊന്നും ഇപ്പോഴും തിളക്കം. അതിന്റെ ഇതൊക്കെ ഒന്നും പോളിഷ് ചെയ്തിട്ടുണ്ടല്ലോ, തിളങ്ങും ഇപ്പോഴും. ഒരു പൊട്ട് പോലും ഇതല്ലേ കാവ്യാണോ? കാവ്യ കാവ്യട്ടേക്ക വിണ്ട് കയറിയിട്ടില്ല, ഒന്നുമില്ല, രണ്ട് കയറൽ പോലും ഇല്ലല്ലോ. കാണാൻ പോലും ഒരു കമ്പി വെച്ചിട്ടില്ല.
അതെന്താന്ന് കാണാൻ പോലും ഒരു കമ്പി വെച്ചിട്ടില്ലെന്നല്ലേ. കമ്പിയുടെ ഡിസൈൻ എന്തായിരുന്നു? ഡിസൈൻ ആയിരുന്നു സെയിം. അത് തന്നെ ആ ഡിസൈൻ അവര് ഭിത്തിയിലും ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ ഡിസൈനും ഗ്ലാസും ഒക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ നല്ലൊരു മിണ്ടാതെ പ്രാവേ കിട്ടും. പ്രാവില്ല. അന്നത്തെ കാലത്ത് ഇത്രയും സെറ്റപ്പിലൂടെ വലിയ എന്തായാലും വലിയ ടീമാണ്. ഇത്രയും വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കുക. ഇപ്പോഴും അതേപോലെ നല്ല ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ വയറിങ് നോക്ക്, വയറിങ്ങിന് പ്രത്യേക പ്രത്യേക ടൈപ്പ് ഒരു ക്ലാമ്പ് ഇട്ട് ലോക്ക് ചെയ്ത് എല്ലാവരും വയറിങ് കറക്റ്റായിട്ട് കാണാതിരിക്കില്ല. അപ്പം അതിനുള്ളിൽ കൂടെ പോകുന്നത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഓപ്പൺ വയറിങ് വേറൊരു ടൈപ്പിൽ വരുന്ന ലോക്കാണ്. അത് വെച്ച് മടക്കി വെക്കുക രണ്ട് സൈഡിലേക്ക്. ഇല്ല, ഇതിന്റെ എന്താണ്ടോ ഇതിന്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് കയറ്റി ഇതേപോലെ ലോക്ക് ചെയ്യായിരിക്കും. ലോക്ക് ഉണ്ടോ? ഇതേപോലെ ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മടക്കി വെക്കും. അത് നോക്കുന്നേ ഇപ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഒരു മീറ്റർ ഇട്ടിട്ട് അടുത്ത ക്ലാമ്പ് കൊടുക്കുന്നത്. ഇത് കൊടുത്തേക്കുന്നതൊക്കെ ഓരോ ഇഞ്ച് കണക്കിനാ. അതെ അല്ലേ? നിറയെ ഞൊട്ടങ്ങ. ഇതെവിടെ? എവിടുന്ന്? ഇതിന്റെ ഉള്ളിൽ ഞാൻ കൈ വെച്ചിട്ട് കയ്യെ തട്ടി. അപ്പൊ ഉണ്ടായിരുന്നു അതില്? പണ്ടത്തെ സ്പ്രിങ് കെട്ടില്. പിന്നെ നല്ല ടെമ്പറുണ്ട്. തിരിച്ചും മറിച്ചു വിടാം. ഏത് ഇതോ? അങ്ങനെ ഡിഫറെന്റ് ആണല്ലേ? മെനക്കേട നടു ഇതിലൂടെ കണ്ടോളാം. നമുക്ക് തിരിച്ചു ഇടാന്ന് തോന്നുന്നു. ഈ ഭാഗം സ്പ്രിംഗ് ടൈപ്പാണ്. അവിടെ കണ്ടില്ല, അവിടെ സാധാ പലകയല്ലേ? പലകയത് വെറും പലക പൊട്ടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. ഇത് ആന ചവിട്ടി പൊടിച്ച കമ്പിപ്പാരൊക്കെ വെച്ചിട്ട് കുത്തി പൊട്ടിച്ചേക്കണം. ഓ, ഒന്നിലേറെ ആൾക്കാരുണ്ട് ഇവിടൊക്കെ. വെള്ളം പോവാനായിട്ട് ഇന്നൊക്കെയാണ് ഒപ്പിക്ക പരിപാടി. അതിൻ്റെ ഇടയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഇതൊക്കെ കൊടുത്തിട്ടേ
വഴിയായിട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു അപകടമൊന്നും ഇല്ലാത്ത രീതി അതെ, നടന്നു പോകാനാണ്. അങ്ങനെയുള്ള ഒരു ഏരിയ അല്ലേ. സമ്മതിക്കണം ഇവരുടെ. എല്ലായിടത്തും ഗ്ലാസും കുപ്പിയാ, എല്ലായിടത്തും ഗ്ലാസും കുപ്പിയാക്കിയത്. എന്താ വ്യൂ, ഇതിനാണ് സംഭവിക്കേണ്ടത്. അതിലങ്ങോട്ടില്ലല്ലോ വഴി, അങ്ങോട്ട് മൂന്നാമത്തെ നിലയിലേക്ക് പോകും. അപ്പൊ അവന്റെയും കോൺട്രിബ്യൂഷൻ ഇനി പറഞ്ഞിട്ട് വേണ്ടല്ലോ, കുറയ്ക്കണ്ടല്ലോ. ഇനി അവന്റെ പേരും കൂടെ കുറയ്ക്കണ്ടെന്നറിയാം. ആരും ശ്രദ്ധിക്കത്തില്ല, ആ പേരായതുകൊണ്ട് ആരും ശ്രദ്ധിക്കത്തില്ല. ലൈറ്റിന്റെ അല്ലേ ഇത്? ഇതോ? കോപ്ര ആയിരിക്കും, പ്യൂർ കോപ്ര ആയിരിക്കും. ആ, അത് കോപ്ര, ഇത് കോപ്ര. അന്ന് ഇതില്ല, എന്താ പറയാ, നമ്മുടെ കേബിൾ ട്രേ. ഇത് വാട്ടർ ടാങ്ക് ആയിരിക്കും. അല്ല, അവിടെ ഡ്രെയിനും കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെയുണ്ടല്ലോ. ഇതെന്താ അവർ ഉദ്ദേശിച്ചത്? ഒളിഞ്ഞിരുന്ന് വെടിവെക്കണം, ഒളിഞ്ഞിരുന്ന്. ഇതുണ്ട്, ഇവിടെയൊക്കെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ, ശരിയാ, അതെ, ഇവരുടെ അല്ലേ എസ്റ്റേറ്റ്. നാല് ഭാഗവും കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും കെട്ടിപ്പൊത്തി വെച്ചിട്ടില്ലേ, കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലൊക്കെ വന്നേ. അതെ, മുകളിലേക്കുള്ള സ്റ്റെയറാണ്. ആ, മറ്റേ ചിമ്മിനി, വാവലുകൾ നിറഞ്ഞ ചിമ്മിനി. ആ, നെറ്റ് ഇട്ടേക്ക്, പ്രാവ് കയറാതിരിക്കാൻ നെറ്റ് ഇട്ടേക്ക്. ആ, ഇവിടെ നോക്കാം നമുക്ക് മേളിൽ. ആ, അത് കുലുക്കമുണ്ടല്ലോ, നല്ല ചൂടുമുണ്ട്, ഭയങ്കര കുലുക്കമുണ്ട്. ആ, അതെ, പുള്ളിമാനെ കാണാൻ പറഞ്ഞു, കണ്ടു. ഇവിടുന്ന് ഒരു ആനയൊക്കെ ഉണ്ടാൽ മതി ലോങ്ങിൽ. എന്നാലും അവർ വെച്ചേക്കണൊക്കെ അത് ലെവലിൽ നിൽക്കാൻ വേണ്ടി. ചിമ്മിനിക്ക് മുകളിലോട്ടുണ്ടായിരുന്നു പുകക്കുഴൽ തല്ലി പൊട്ടിച്ചതാ. ഇതെന്തായിരുന്നു അവരുടെ? അതാണ് അവരുടെ റാട്ടപ്പര ഷീറ്റിന്റെ ഓട്ടോമാറ്റിക് ഇതാണ്. അതായത് ഒരു ദിവസം തന്നെ 1000-1500 ഷീറ്റ് ഉണ്ടാവും. എന്നിട്ട് അത് മെഷീനുകൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചേക്കാം, എല്ലാം ഉറയൊഴിച്ച് വെക്കും. എന്നിട്ട് ഒരു മെഷീനിലേക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് കയറ്റി വെക്കത്തേ ഉള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോന്നോരോന്ന് കയറി 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 പോയിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു വലിയൊരു ടാങ്കാ, ഒരു വെള്ള ടാങ്കാ. ആ വെള്ള ടാങ്കിലേക്ക് പോയിട്ടാണ് ഈ ഷീറ്റ് വീഴുന്നത്. എന്നിട്ട് പിന്നെ അത് വേറെ ടീമുകൾ പണിക്കാർ തന്നെ എടുത്തിട്ട് വെയിലത്ത് കൊണ്ടുവിടും. നമ്മളിങ്ങനെ ഓരോന്നും വെച്ച് കൊടുക്കണ്ട. ഓഹോ, അപ്പൊ അതായത് കുറെ ആൾക്കാരെ കുറഞ്ഞു, മാൻ പവർ കുറഞ്ഞു. അതെ അതെ, അതായത് ഒരു ഷീറ്റ് പോലെ ആ ഷീറ്റിലേക്ക് എടുത്ത് വെക്കും. ആ ഷീറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയി പോയി അച്ച്, ലാസ്റ്റിൽ അച്ച് വരുമല്ലോ, അതിനകത്ത് വന്നിട്ട് അതിൽ നിന്ന് പിന്നെ നേരെ ടാങ്കിലേക്കാണ് ചാടുന്നത്, അതിനകത്തേക്ക് ചാടും.
എന്നിട്ട് പിന്നെ അത് ഉണ്ടല്ലോ ആൾക്കാർ പൈപ്പ് വരെ എറിഞ്ഞ് പൊട്ടിച്ച് ഇത് ഇവിടുന്ന് എങ്ങോട്ട് തള്ളിയിട്ടാ കേട്ടോ. ഇവിടുന്ന് എങ്ങോട്ട് തള്ളിയിട്ടതാ അത് കണ്ടോ. ടാങ്ക് നിറയാനുള്ള എന്തോ സൂത്രമാണ് ഇതും വാട്ടർ ടാങ്ക് ആയിരിക്കും അല്ലേ. ഇവിടെ ആയിരിക്കും. ആ അതേണ്ട കിടക്കുന്നു. ഇത് ഉണ്ടാക്കിയവന്മാരെ സമ്മതിക്കണം അല്ലേ, പറയാതിരിക്കാൻ വയ്യ. ഇളക്കം വന്നിട്ടില്ലല്ലോ ഇതിനൊന്നും. ഇതിന്റെ മുകളിലെ ഡിസൈൻ തന്നെ കണ്ടില്ലേ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് മഴ പെയ്ത വെള്ളം ഇതിനകത്ത് സ്റ്റോറാവും. ഇത് മഴവെള്ളം ശേഖരം എന്നാലും അത് പോവുകയും ചെയ്യും. അതിനുള്ള പൈപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ അതെ ഇവിടെയൊക്കെ സ്ലോപ്പായിട്ട് ഈ മഴവെള്ളം താഴോട്ട് പോകാൻ ഈ താഴെ പോകുന്ന എങ്ങോട്ടോ. ഇത് താഴെ പോകുന്ന അടുത്തേലോട്ട് പോകും. ആ ഇവിടെയും കണ്ടോ, ഇതും ഒരു വാട്ടർ ടാങ്ക് പോലെയാണ് ഈ ഒരു സെറ്റപ്പ്. അതെ, അത് നിറഞ്ഞ് ഓവർഫ്ലോ ആവാൻ വേണ്ടിയാന്ന് തോന്നുന്നു അവിടെ ഒരു പൈപ്പ് ഇട്ടേക്കണം. അല്ല, അവിടുന്ന് വരുന്ന വെള്ളം ഇതിനകത്തോട്ട് വീഴാൻ. കണ്ടോ അതെ, അവിടെ കണ്ടോ അതോ ഈ ഒരു ചെറിയൊരു ഹോള്, ആ ഹോളിൽ ഇപ്പുറത്തുനിന്ന് വരുന്ന വെള്ളം കണ്ടോ. ആ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളമാണ് ആ ഹോളിൽ കൂടെ ഇതിനകത്തോട്ട് വീഴുന്നത്. അപ്പോൾ ഇതൊരു ടാങ്കായിരിക്കാം. വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് ഇല്ലായിരിക്കും, അത്രയും സെറ്റപ്പ് ആയിരിക്കും അത്. ഓട് കണ്ടു എല്ലാടിയിൽ എല്ലായിടത്തും വീഴുന്ന വെള്ളവും താഴെ പോയി ആ ഒരു എല്ലാം പോയി കണ്ടോ. ഇതിനകത്തോട്ടാ വീഴുന്നത് ഈ അതെ അതെ ആവശ്യം ഉണ്ടായിരിക്കും ഇവർക്ക് ഷീറ്റ് അടിക്കാനും അതിന് ഇതൊക്കെ ആയിട്ട്. പക്ഷെ എനിക്കൊരു സംശയം, അവിടെ വരുന്ന വെള്ളം നേരെ നമ്മൾ നേരത്തെ നിന്നില്ലേ അതാ അങ്ങോട്ട് വീഴത്തില്ലേന്ന്, അങ്ങോട്ട് വാതിലിൽ കാണുമായിരിക്കും. ഇവരെ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതായത് എന്താണോ ഇതിൽ വരുന്ന മഴക്കാലത്ത് ഇതിനകത്ത് വരുന്ന വെള്ളത്തെയൊക്കെ ഇത് ചെയ്തിട്ട് ഇതേപോലുള്ള ടാങ്കുകളിൽ ഇപ്പോൾ അവർ പുറത്ത് വലിയ വലിയ ടാങ്ക് ഉണ്ടാക്കി അങ്ങോട്ട് ചിലപ്പോൾ ഒഴുക്കി ടാങ്കിലേക്ക് പോകുമായിരിക്കും ഈ വെള്ളം. ഇല്ല, ഇവിടെ ഒരുപാട് സ്റ്റോറും ചെയ്യാൻ പറ്റും. ഒരു പൈപ്പ് കിട്ടാൽ മതിയല്ലോ. കൊള്ളായി, അവരുടെ എൻജിനീയറിങ് എന്തായാലും നല്ല സൂപ്പറാണ്. ഇപ്പോൾ അവിടെ മെഷീനൊന്നുമില്ല, എല്ലാം പൊളിച്ചു. നമുക്ക് ഇറങ്ങിയാലോ, വെയിലോ ഇറങ്ങിക്കോ. കമ്പി പഴുത്തിരിക്കുക. ഒരു തുള്ളി വെള്ളം അകത്തോട്ട് പോകില്ല, എല്ലായിടത്തും വന്ന് നിറയുന്നതും കണ്ടോ. ഇതിൽ വരുന്ന വെള്ളം വരെ ഇതിനകത്തോട്ട് വീഴുന്നുണ്ട്, ഇതിലേക്ക്. ഇതുണ്ടോ, ഇത് ഹോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും ഇങ്ങനെ താഴോട്ട് വീഴാൻ. ഇതിൻ്റെ അപ്പുറത്ത് എന്തായിരിക്കും ഞാൻ കയറി നോക്കട്ടെ. ഇതിന് അതിനേക്കാൾ സൂപ്പർ പോയിരിക്കും. അങ്ങനെ വരുന്നതല്ലേ ഒരു
അത് തന്നെ കല ഒരിക്കലും കുഴപ്പമില്ല. ഒരു കനാല് പോലെ അല്ലേ? ആ അത് തന്നെ. ഇവിടുന്ന് വെള്ളം അങ്ങോട്ടാ വീണേ. ഇത് താഴെ നമ്മൾ കണ്ടില്ലേ ഒരു സ്റ്റെപ്പ് പോലൊക്കെ, അതും വെള്ളം വീണ് ആ വെള്ളം ഒരു പൈപ്പ് വഴി ഒഴുക്കി. ആ നല്ല തണുപ്പ് ഇവിടെ അല്ലേ. നമുക്ക് തടി എന്ത് തന്നെ തടി, ഈ തടി അല്ലേ സിമെന്റ് ആണോ? ആ ശരി, അതെ. അതുകൊണ്ട് അവർ പൊളിച്ചില്ല. കണ്ട തടി പോലല്ലേ പോളിഷ് വെച്ചിട്ട്. ഇപ്പൊ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്? പണ്ടത് നല്ല ഈട്ടിയുടെ തടി പോലെ ഈട്ടിയായിരുന്നു. അങ്ങനെ തോന്നിക്കുന്നു. ആ ഈട്ടിയുടെ കാതൽ പോലെ നല്ല അടിപൊളി സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട്. ഇവിടെ എന്താ ചവിട്ടി ഇടാൻ വേണ്ടിയായിരുന്നോ അല്ലേ? അതും പുറത്തോട്ട് തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടി കുഴിച്ച്. കറക്റ്റ് ഇത് ചെയ്ത് വെക്കുന്നുണ്ടോ? പെർഫെക്ഷൻ.